നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂമിക്കപ്പുറമുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങളാണ് ഇപ്പോഴും പല രാജ്യങ്ങളിലെയും ഗവേഷകരും ശാസ്ത്രജ്ഞരും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള വാർത്തകൾ ഏറെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ കാണാറും കേൾക്കാറുമുള്ളത്. എന്നാൽ എത്രത്തോളം അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ വീണ്ടും പോകുന്നുവോ അത്രത്തോളം തന്നെ വളരെ ദുർഘടമാണ് അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴികളും. എപ്പോൾ വേണമെങ്കിലും, ഏത് നിമിഷം വേണമെങ്കിലും, എന്ത് അപകടം വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയും മുൻപിലുണ്ട്. ഏതായാലും ഇപ്പോൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന് കേട് പറ്റിയതിനാൽ സഞ്ചാരി സുനിത വില്യംസിന്റെ മടക്കയാത്ര അനിശ്ചിതത്വത്തിലാണ്. ഈ മാസം 5-നാണ് ഇന്ത്യൻ വംശജയായ സുനിത സഹയാത്രികൻ ബച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. 7-ന് ഇവർ നിലയത്തിലെത്തി. 13-ന് തിരിച്ചു വരാനിരുന്നതായിരുന്നെങ്കിലും ഇവരുടെ യാത്ര പലതവണ മാറ്റിവെച്ച് 26-നാക്കിയിരുന്നു. ഇത് വീണ്ടും മുടങ്ങി. സുനിതയുടെ 3ാമത്തെ ബഹിരാകാശ നിലയ സന്ദർശനവും ബോയിംഗ് സ്റ്റാർലൈനറിന്റെ കന്നി യാത്രയുമായിരുന്നു ഇത്. തുടർച്ചയായി പ്രതിസന്ധികൾ നേരിട്ട ഈ ദൌത്യത്തിന്റെ വിക്ഷേപണം 2 തവണ മാറ്റേണ്ടി വന്നു. കന്നിയാത്രയിലും പലതവണ ഇന്ധനമായ ഹീലിയം ചോർന്നു. സ്റ്റാർലൈനറിന്റെ യാത്രാ സാധ്യത സംബന്ധിച്ച പഠനമാണ് സുനിതയുടെയും വിൽമോറിന്റെയും പ്രധാന ലക്ഷ്യം. ഇപ്പോഴത്തെ പ്രതിസന്ധികൾ സ്റ്റാർലൈനർ പേടകത്തിൽ 5 തവണ ഹീലിയം വാതക ചോർച്ച ഉടലെടുത്തു. 28 ത്രസ്റ്ററുകളിൽ ചിലതിന് തകരാം. സുരക്ഷിതമായി തിരികെ എത്താൻ കുറഞ്ഞത് 14 ത്രസ്റ്ററുകൾ വേണം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിച്ച സ്റ്റാർലൈനർ പേടകത്തിന് തകരാർ ഏർപ്പെട്ടതിനാൽ ബഹിരാകാശ നിലയത്തിൽ സുനിത വില്യംസ് കുടുങ്ങിയ സംഭവത്തിൽ നാസയ്ക്കെതിരെയും വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക പിഴവുകൾ അധികൃതർക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന വിവാദവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ കാര്യമായ പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അവഗണിക്കുകയായിരുന്നെന്നാണ് വിവാദം. നാസയ്ക്കൊപ്പം സ്റ്റാർലൈനർ നിർമ്മാണ കമ്പനിയായ ബോയിങ്ങും വിവാദ നിഴലിലായി. എന്നാൽ നാസയും ബോയിങ്ങും ഈ വിവാദത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഈ മാസം 5-നാണ് സുനിതയും സഹയാത്രികൻ ബച്ച് വിൽമോറും ബഹിരാകാശത്തെത്തിയത്. 13-ന് തിരിച്ചു വരാനിരുന്ന ഇവരുടെ യാത്ര 26-നാക്കിയിരുന്നു. ഇതും നടന്നില്ല. 58 വയസ്സുള്ള സുനിത 3-ാം തവണയാണ് ബഹിരാകാശ നിലയത്തിലെത്തിയത്. ബോയിംഗ് സ്റ്റാർലൈനറിന്റെ കന്നിയാത്രയായിരുന്നു ഇത്. നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ബോയിംഗ് ദൌത്യം കടന്നുപോയത്. സാങ്കേതിക പിഴവുകളാൽ 2 തവണ ദൌത്യം മാറ്റിവെച്ചിരുന്നു. ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിലെ ഹീലിയം വാതക ചോർച്ച അവസാന ഘട്ടത്തിൽ ദൌത്യം ദുഷ്കരമാക്കിയിരുന്നു. US നേവൽ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ സുനിത വില്യംസ് 1998-ലാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2006-ലും 2012-ലും ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത കൂടുതൽ നേരം ബഹിരാകാശ നടത്തം ചെയ്ത 2ാമത്തെ വനിത എന്ന നേട്ടം, അതായത് ഏകദേശം 50 മണിക്കൂർ 40 മിനിറ്റും ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. നാസയുടെ ഫ്രാൻസിസ്കോ റൂബിയോ ബഹിരാകാശ നിലയത്തിൽ നേരത്തെ കുടുങ്ങിയിരുന്നു. 2022 സെപ്റ്റംബറിൽ പോയ ഇദ്ദേഹം സഞ്ചരിച്ച സോയിസ് പേടകത്തിൽ തകരാർ പറ്റിയതിനാൽ 2023 സെപ്റ്റംബർ 27-നാണ് തിരിച്ചെത്തിയത്. 371 ദിവസങ്ങൾ അദ്ദേഹം നിലയത്തിൽ ചെലവിട്ടു.